സാധനം മട്ടന്റെ ആ ഒരു വെജ് മാക്രോണി അല്ലേ. കുറച്ചും കൂടി അറബിക് മസാല അങ്ങോട്ട് തൂക്കണം ഈ സാൽമന്റെ മുകളിൽ. അപ്പൊ ഷിപ്പിലെ പാട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫ്രീ ബിയർ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസം ആ ഒരു ദിവസമാണ് വെച്ചാൽ അപ്പൊ പാർട്ടി ദിവസമാണ്. അപ്പൊ നമ്മ പൊളിക്കാൻ പോവാണ്. അപ്പൊ പാട്ട് പോറാ. അപ്പൊ നമ്മുടെ സിസ്റ്റമൊക്കെ വന്നിട്ടുണ്ട്. ആദ്യത്തെ പാർട്ടി നടക്കുന്നത് കിച്ചണിലണ്ട. കിച്ചണിലെ ഫുഡും പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മ അടുത്ത പാട്ടിലോട്ട് പോണത്. അപ്പൊ മുത്തായവന് അപ്പൊ ചമരെ കുറെ ഡിഷസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ എല്ലാത്തിന്റെ റെസിപ്പി പെട്ടെന്ന് നോക്കിയിരുന്നു. നമ്മൾ സദ്യ ഉണ്ടാക്കിയ പോലെ തന്നെ പടപട പരിപാടിയാണെന്ന്. നമുക്ക് 7 മണിക്ക് എല്ലാം റെഡി ആക്കേണ്ടത് 2.5 മണിക്കൂറാണ് കൂടുതൽ ഉള്ളത്. അപ്പൊ ബീഫ് ടെൻഡർലോയൻ നമ്മ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, എല്ലാ ഒലിവ് ഓയിലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് അങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഓവനിൽ കയറ്റാൻ അതേ കപ്പ, നല്ല അടിപൊളി കപ്പ ബോയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മ ചമ്മനെ ഓവനിലോട്ട് കയറ്റാൻ പോകണ്ട. അപ്പൊ ചമ്മന് സ്പെഷ്യൽ സാധനം ഉണ്ടാക്കാം. മാക്രോണി ബെഷ്മൽ എന്ന് പറയും, അറിയോ എന്താന്ന്? അപ്പൊ വെജ് മാക്രോണി ബെഷ്മലും മട്ടൻ മാക്രോണി ബെഷ്മലും ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ മാക്രോണി അങ്ങനെ ബോയിൽ ചെയ്ത് എടുക്കുക കേട്ടോ. ബാക്കി കാര്യങ്ങളെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാണിച്ചു തരാം. അപ്പൊ മച്ചന്മാരെ മാക്രോണി ബെഷ്മൽ ആരെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മാക്രോണി ബെഷ്മലിന് നമുക്ക് ടൊമാറ്റോ സോസ്, റെഡ് സോസ് ഉണ്ടാക്കണം മതി. ബാ അപ്പൊ മച്ചന്മാരെ ബട്ടർ ഇട്ട് കൊടുക്കട്ടോ. ബട്ടർ ഇത് ഫുൾ ബട്ടറിലാണ് ചെയ്യണം. അപ്പൊ കുറച്ച് ബട്ടർ കൂടുതൽ ഇട്ടോ. മച്ചന്മാരെ ഗാർലിക് ബട്ടർ ചൂടായിട്ടുണ്ട്. അപ്പൊ ഇനി ഗാർലിക് അങ്ങോട്ട് കുറെ ഇട്ട് കൊടുക്കട്ടോ. അതിൽ ഗാർലിക് കുറെ വേണം. ഗാർലിക് കുറെ അങ്ങോട്ട് കൊടുക്കും. ഗാർലിക് നല്ലോണം മൂത്ത് വന്നോട്ടോ മച്ചന്മാരെ. ഇതൊരു കോണ്ടിനെന്റൽ റെസിപ്പിയാണ് കേട്ടാ. അപ്പൊ മച്ചാനെ ഒനിയൻ ചോപ്പിട് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇത്രയും ചോപ്പിട് തന്നെ ഇട്ട് കൊടുക്കാം. ഇത് ടൊമാറ്റോ സോസ്, റെഡ് സോസ് ആണ് ഉണ്ടാക്കുന്നത് മാക്രോണി ബെഷ്മലിന് വേണ്ടി. ഇത് കഴിഞ്ഞിട്ട് വൈറ്റ് സോസും ഉണ്ടാക്കുന്നുണ്ട്. വൈറ്റ് സോസിന്റെ വീഡിയോ നമ്മുടെ ലോബ്സ്റ്റർ ഉണ്ടാക്കിയ ആ ഒരു വീഡിയോയിലുണ്ട്, തൊട്ടടിയിലത്തെ വീഡിയോയിലുണ്ട് കേട്ടോ. എന്നിട്ട് നോക്കിയ മച്ചാനെ കുരുമുളക് പൊടി കുറച്ചങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. കുരുമുളക് പൊടി ഇട്ട് അങ്ങോട്ട് സെറ്റ് ആക്കണം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മിക്സ് ഹെർബ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. മിക്സ് ഹെർബ്സ് നമ്മൾ റോസ്മേരി, തൈം, പിന്നെ ഒറിഗാനോ വേണമെങ്കിൽ ഓപ്ഷനിലാണ്. അപ്പൊ റോസ്മേരി തൈം എന്തായാലും കുറച്ച് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതങ്ങാട് എന്താ പറയാ മൊരിന്നാക്കി എടുക്കണം കേട്ടോ. നമ്മ സദ്യ ഉണ്ടാക്കിയ പോലെ തന്നെ കുറെ ഡിഷസ് ഇവിടെ പക്കോട പൊരിക്കേണ്ടത്, കപ്പ റെഡി ആവുന്നുണ്ട്, മുട്ട ബുജി റെഡി ആവുന്നുണ്ട്, ഓവനിൽ ബീഫ് ഉണ്ട്. നമ്മുടെ ഇഷ്ടം സാൽമൻ ഇരിക്കണേണ്ട. അത് റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. മോനെ അവിടെ നിന്ന് റെസ്റ്റ് ചെയ്യും. അപ്പോൾ ഞാൻ കുറച്ച് ടൊമാറ്റോ അങ്ങോട്ട് ജ്യൂസ് അങ്ങ് അടിച്ചെടുക്കട്ടോ. അപ്പൊ മച്ചന്മാരെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടാ. ഇന്ന് മൊത്തം പാട്ടിൽ ലെവൽ മൂളാണ് ഞങ്ങ. ഇതെന്റെ എത്ര ബിയർ കിട്ടും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞുതരാം. ഫുൾ ആഘോഷമാണ്. മാസത്തിൽ ഒരിക്കലൊക്കെ ഇങ്ങനത്തെ പരിപാടി ഇവിടെ വെക്കാറുണ്ട് കേട്ടോ. മിക്ക കുഴപ്പമില്ല. അപ്പൊ മച്ചന്മാരെ ഇത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി മതി. ഇനി നമുക്കിത് ഈ ടൊമാറ്റോന്റെ ആ ഒരു ജ്യൂസ് അടിച്ചതും പ്ലസ് ടൊമാറ്റോ പ്യൂരി. ഓക്കെ, ടൊമാറ്റോ പ്യൂരി ഉണ്ട്. പ്യൂരി മറ്റേ ടിന്നിലുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പൊ മച്ചന്മാരെ ഇതങ്ങാട് കുറച്ചു നേരം മാറ്റി വെച്ച് തിളക്കാൻ വിടണം. എന്നിട്ട് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ മട്ടന്റെ കീമ അതങ്ങോട്ട് ബട്ടറിൽ മൊരിച്ചെടുക്കണം കേട്ടോ. നിങ്ങൾക്ക് ചിക്കൻ യൂസ് ചെയ്യാം, ഷ്രെഡ് ചിക്കൻ യൂസ് ചെയ്യാം. എല്ലാം മൈന്യൂട്ട് പാർട്ടിക്കിൾ ആയിട്ടുള്ള സംഭവങ്ങൾ യൂസ് ചെയ്യണം കേട്ടോ. ഇതെന്താണെന്ന് വല്ല ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാക്കി വരുമ്പില്ലേ നിങ്ങൾ കണ്ടോട്ടെ എന്താണ് സംഭവം. പൊളി സാധനമാണ്. മച്ചാനെ കുറച്ച് ബട്ടറും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. മട്ടൻ കീമ കേട്ടാ ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതങ്ങാട് നല്ല സോട്ടായി വന്നു. അപ്പൊ നമ്മുടെ സോസ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. മട്ടൻ കീമ അങ്ങാട് വരണ്ട് മൊരിഞ്ഞ് വന്നോട്ടാ. ഇതിൽ കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ബ്ലാക്ക് പെപ്പർ ഇട്ട് കൊടുക്കാം. ഇത് സമയം എടുക്കോട്ടാ. ഇത് നല്ലോണം വേവിക്കണം. ഇത് നല്ലോണം സോട്ടാവണം കേട്ടാ. അപ്പൊ ബട്ടറിൽ കിടന്നങ്ങനെ അവിടെ ഇതിന്റെ ഫാറ്റ് ഉറങ്ങും. അപ്പൊ ഇതങ്ങാട് സൈഡിൽ ഇരിക്കട്ടെ കേട്ടാ. ഇനി നമുക്ക് നമ്മുടെ ബീഫിന്റെ ഗ്രേവി അടിക്കാം. പൊളി ഗ്രേവി. കുറച്ച് ഡ്രൈ ആവുമ്പോൾ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓയിൽ ഒഴിച്ചു കൊടുക്കാം ബീഫിന്. ബീഫ് നമ്മുടെ കപ്പയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു പരുവത്തിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോണത്. ഇങ്ങനത്തെ കുറെ അടിപൊളി ഡിഷസ് വരുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.
അപ്പൊ നമ്മുടെ ബീഫിന്റെ റെസിപ്പിക്ക് ഉണ്ടല്ലേ, നമ്മ ഗാർലിക്കും ജിഞ്ചറും എന്താ പറയാ ഓനിയനിൽ ഇട്ടിട്ട് വാട്ടിയിട്ട് ഇട്ടിട്ട്. അപ്പൊ നമ്മുടെ ബീഫ് അവിടെ റോസ്റ്റ് ആയിക്കൊണ്ടിരിക്കണം മച്ചാമാരെ. അപ്പൊ മഞ്ഞപ്പൊടി 1, മുളക് പൊടി 2, മല്ലിപ്പൊടി 2. അപ്പൊ ഇതെല്ലാം കൂടി അങ്ങനെ ഇട്ട് കൊടുക്കട്ടെ മച്ചാമാരെ. ഓക്കെ, അപ്പൊ ബീഫിന്റെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ നമുക്ക് നമ്മുടെ മട്ടൻ പതുക്കെ അങ്ങോട്ട് കുക്ക് ചെയ്തെടുക്കട്ടോ. ചിക്കനിൽ കുറെ ഐറ്റംസ് ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കണോട്ടെ എന്തൊക്കെയാണ്, എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നൊക്കെ. അതെ, ഇതങ്ങോട്ട് മാറ്റി നോക്കട്ടോ. ഇനി നമുക്ക് വെജ് ബെഷ്മൽ, വെജ് മാക്രോണി ബെഷ്മലിന്റെ സംഭവങ്ങൾ സോർട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ നമ്മുടെ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ മച്ചമ്മരെ ഇതിൽ എന്തൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് അറിയാലോ, ഇത് ഫുള്ള് ബിസി ആണ്. അതുകൊണ്ട് എന്നോട് എന്താണ് ഏതാണെന്നൊന്നും ചോദിക്കരുത്. അപ്പൊ കുറച്ച് നമ്മുടെ ടൊമാറ്റോ കൂടി ഒക്കെ ജ്യൂസ് അടിച്ച് ചേർക്കാം. ഉയ്യോ, പിന്നില്ലേ കുറച്ച് ഗ്രീൻ ചില്ലി ചേർത്ത് കൊടുക്കട്ടെ. എടാ ഗ്രീൻ ചില്ലി സെറ്റ് ആയതില്ലേ, കുറച്ച് ചോപ്പ് ചെയ്തു കേട്ടോ. ഓനിയൻ സ്റ്റോപ്പ് ചെയ്തിട്ട്. ഓക്കെ, നമ്മുടെ ഗരം മസാല അങ്ങോട്ട് കൊടുക്കട്ടെ. ഗരം മസാല നമ്മുടെ പൊടിച്ച ഹോം മെയ്ഡ്. ഇതിന്റെ റെസിപ്പി യൂട്യൂബ് ചാനൽ കിടക്കണ്ട്, ആരും കാണാണ്ട് പോരുത് കേട്ടാ. ടൊമാറ്റോ ജ്യൂസ് അങ്ങനെ അടിച്ചു കൊടുക്കാം. വെറുതെ ഇട്ടാണ്ട ഒരു തമ്മ എന്നിട്ട് ഇങ്ങനെ നോക്കി സ്പീക്കറിൽ ഞാൻ പറയാം എഞ്ചാണെന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ആഹാ, അപ്പൊ അതേ ഒരു സംഭവം വന്നിട്ട് നല്ലൊരു മണം വേണ്ട. മൊട്ടാച്ച അപ്പൊ മച്ചാനെ എല്ലാരും അടിച്ചു പൊളിക്കുന്നത് ഇവിടെ. അപ്പൊ ബീഫ് ഉണ്ടാകാം. നമ്മുടെ ബീഫ് അങ്ങോട്ട് കൊടുക്കട്ടെ. നമ്മുടെ റോസ്റ്റ് ചെയ്താണ് നേരത്തെ കണ്ടല്ലോ. അപ്പൊ ഇതിൽ എന്തൊക്കെ ഇട്ടെന്ന് കണ്ടില്ല. അപ്പൊ മച്ചമ്മര് നമ്മുടെ ബീഫ് അങ്ങോട്ട് കൊടുക്കട്ടെ ഇതില്. അപ്പൊ നമ്മുടെ ബീഫും കപ്പയും എന്തൊക്കെയാണെന്ന് അറിയൂടാ. പൊളി സാധനങ്ങളാണ് ഇന്നെല്ലാം നമ്മൾ ഉണ്ടാക്കാൻ പോണത്. അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതട്ടാ. വെറുതെ നിൽക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം. ബീഫിന്റെ ആ ഒരു പരുവായിട്ടുണ്ട്. ഇത് കുറച്ചു നേരം അങ്ങാട് ആ ഒരു മസാല പിടിച്ചിട്ട് ഒന്ന് ഗ്രേവി ആക്കാം. നമുക്ക് ചെറിയ ഗ്രേവി ആക്കാം. കപ്പയല്ലേ, നമ്മുടെ കപ്പ ബിരിയാണി കഴിക്കണമല്ലോ നമുക്ക്. അപ്പൊ മച്ചാമാരെ നല്ല കറിവേപ്പില ഇല്ലാണ്ട് എന്ത് ബീഫ് അല്ലേ. അപ്പൊ കറിവേപ്പിലും കൂടെ അങ്ങോട്ട് പൊളിച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടെ. ഓ, അപ്പൊ ചിലവർ ചോദിക്കണ്ടതിനോട് കപ്പലില് മിക്സ് ക്രൂ അല്ലേന്ന്. ചില കപ്പലില് മാത്രമേ ഉള്ളൂ മിക്സ് ക്രൂ. ചില കപ്പലിൽ ഇങ്ങനെ അടിപൊളി മലയാളീസും എല്ലാം കൂടി അല്ല. കുറെ പേര് ചോദിക്കണ്ടേ കപ്പലിൽ എന്താണ് ഇതൊക്കെ ഉണ്ടാക്കണത്, മിക്സ് ക്രൂ അല്ലേന്ന്. എല്ലാ കപ്പലും മിക്സ് ക്രൂ അല്ല. നിങ്ങൾ എന്ത് വിചാരിച്ച്? മല്ലു ഗ്യാങ് ഉണ്ട് ഇവിടെ. ഞങ്ങൾ ഇതിൽ കുറച്ച് ഗാർലിക് അങ്ങോട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ പനീർ അങ്ങോട്ട് കൊടുക്കട്ടാ. ഇത് വെജ് ടീമിന് വേണ്ടിയാണ്. കുറച്ച് മഷ്റൂം അങ്ങോട്ട് കൊടുക്കുക. ഉപ്പ്, കുരുമുളക് പൊടി, കുറച്ച് വിങ്സ്, നല്ല ബാർബിക്യൂ ചിക്കൻ വിങ്സ് ആണ് ഇത്. അപ്പൊ ഇതിന്റെ റെസിപ്പി ഉണ്ട്. ചിക്കൻ ബാർബിക്യൂ എന്ന് പറഞ്ഞിട്ട് ചിക്കൻ വിങ്സ് ബാർബിക്യൂ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതങ്ങടെ ഓവനിൽ കയറ്റി സെറ്റ് ചെയ്യാൻ വേണ്ട. അപ്പൊ ഇതിന്റെ റെസിപ്പി ഞാൻ ഇവിടെ പറയാനുള്ള ആ ഒരു ഫുൾ ഡീറ്റെയിൽ വീഡിയോ റെസിപ്പിയില് അടി കിടക്കണ്ട്, പോയി കണ്ടോട്ടോ മച്ചന്മാരെ. അധികമല്ല, കുറച്ചങ്ങോട്ട് വെള്ളം ഒഴിക്കട്ടോ. എന്നിട്ട് ഇവനങ്ങാട് കുറുകിയെടുക്കാം. അപ്പൊ മച്ചന്മാര് ഇതങ്ങോട്ട് വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് വെജ് മാക്രോണി ബെഷ്മെൽ എന്നുള്ളതാണ് കേട്ടോ. ബെഷ്മെൽ എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ വൈറ്റ് സോസിനെയാണ് ഈ പറയണം. മദർ സോസിൽ ഒരു സോസാണ് വൈറ്റ് സോസ്. അപ്പൊ അതിനെയാണ് ബെഷ്മെൽ എന്ന് പറയുന്നത്. മാക്രോണി ബെഷ്മെൽ. ഓക്കെ, ഈ ഒരു കോണ്ടിനെന്റൽ ഡിഷാണ്. പഠിച്ചോ. അല്ലാണ്ട് എപ്പോഴും ഈ ഇന്ത്യൻ ഡിഷ് മാത്രം ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ മച്ചാനെ. നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കഴിക്കണ്ടേ. അതിനാണ് പാർട്ടിക്കൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കാറുണ്ട് ഇവിടെ. ഓക്കെ, അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെയ്യണത് അറിയോ. അപ്പൊ നമുക്ക് നമ്മുടെ ബാർബിക്യൂ ചിക്കൻ വിങ്സ് അങ്ങോട്ട് ഓമലേക്ക് വരാം. നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലോബ്സ്റ്റർ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ വൈറ്റ് സോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വൈറ്റ് സോസും കൂടി വേണം ഈ സംഭവം റെഡി ആക്കിയിട്ടുണ്ട്. അപ്പൊ അത് പോയി കാണാൻ മറക്കരുത് കേട്ടോ. അപ്പൊ അല്ലെങ്കിൽ ഈ വീഡിയോ ഭയങ്കര ലെങ്ത് ആയി പോകും. നമ്മുടെ ബീഫിലെ റെഡി ആയിട്ടാ കണ്ട. ഓ, ഇതും കപ്പയും കൂടിയാണ് പൊളിക്കാൻ പോണത്. ഓ
അല്ലേ പൊളിക്കണാങ്ക് എല്ലാം പച്ച. അപ്പൊ നമ്മുടെ പാസ്ത സോസ് ഇതിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ മട്ടൻ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് സോസ് എടുത്ത് ഡിവൈഡ് ചെയ്തിട്ട് നമ്മുടെ വെജിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ മട്ടണിലും ആ ഒരു സംഭവം വെച്ചിട്ടുണ്ട്. അപ്പം മച്ചന്മാരെ ആ ഒരു റെഡ് സോസ് നമ്മ പാസ്ത സോസ് ഒഴിച്ചിട്ട് രണ്ട് നോൺ വെജും വെജും ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് ഇതിന്റെ മാജിക് കാണാൻ പോണത്. അപ്പൊ ഇതാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ പറയാൻ പോണത്. ഇതിന്റെ റെസിപ്പിയാണ് അങ്ങനെ ആർക്കും അറിയാത്ത. ബാക്കിയെല്ലാം അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ ചെറുതായിട്ട് കാണിച്ചു തരാം. അപ്പം മറ്റേ നമ്മുടെ മാക്രോണി, ഇത് നോൺ വെജ് ആണ്. നോൺ വെജ് മാക്രോണി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ബോയിൽ ചെയ്ത് വെച്ചാണ്. ബോയിൽ ചെയ്ത മാക്രോണി നോൺ വെജ് അങ്ങാട് മനസ്സിലായി. കുറച്ച് മാക്രോണി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വൈറ്റ് സോസ് ഉണ്ടാക്കിയത് കേട്ടാ. കുറച്ച് അങ്ങോട്ട് കൊടുക്കാം. ഇതങ്ങാട് സെറ്റ് ആക്കി ഇടാം കേട്ടാ. ഓ അപ്പൊ വൈറ്റ് സോസ് ആയിട്ടുണ്ട്. ക്രീം ഓപ്ഷനിലാണ്. ക്രീം ഇടാ. ക്രീം എന്നിട്ട് നമ്മുടെ സെറ്റപ്പ് സാധനം മോസറല്ല ചീസില്ലേ, മോസറല്ല ചീസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടെ. ഇതങ്ങോട്ട് കവറാവണം മോസറല്ല ചീസിൽ. അച്ഛനെ ഇതേ നമ്മുടെ ഇല്ലേ വെജ് ബാക്ക് മാക്രോണി ബഷ്മലിന് വേണ്ടിയുള്ള ബേസ് ആണ്. വെജ് കുറച്ചുണ്ടാക്കിയോ നമുക്ക്. പുതിയൊരു മെമ്പർ വന്നിട്ട് നമ്മുടെ ഫോട്ടോ വെച്ച് കാരണം സൂപ്പർ. ആരെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് തരും. പേരെന്താണ്? ഹൻസ്രാജ്. വെജ് സംഭവം അങ്ങോട്ട് ഇട്ട് കൊടുക്കാട്ടാ. അങ്ങോട്ട് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കാം. പോളി സാധനമുണ്ട്. പോളി സാധനമാണ് മച്ചാനെ. മനസ്സിലായി. സെയിം പ്രൊസീജിയർ തന്നെ വെജ്. അതിന്റെ പുറത്തെ അങ്ങോട്ട് വൈറ്റ് സോസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. വൈറ്റ് സോസിന്റെ റെസിപ്പി അറിയാലോ, അടിയിലത്തെ വീഡിയോയിലുണ്ട്. പോയി കാണാൻ മറക്കത്തിട്ട് ആൾക്കാർ. നല്ല ക്രീം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ. എന്നിട്ട് ടോപ്പിൽ നമ്മുടെ മോസറല്ല ചീസ് അങ്ങനെ നിറയെ അങ്ങനെ മോസറല്ല ചീസ് ഗുളു എന്നൊക്കെ ഇട്ട് കൊടുക്കാം. ദേ ഇവന്റെ റെസിപ്പി അറിയോ? ഇവൻ ആരാണെന്ന് അറിയോ? അവിടെ സാൽമൺ കൂട്ടര് കുറെ നാളായല്ലേ സാൽമന്റെ വീഡിയോ ഇട്ടിട്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഒരു സാൽമന്റെ റെസിപ്പി കൂടി ഉണ്ട്. ഇത് ചുമ്മാ സോൾട്ട് ആൻഡ് പെപ്പർ, ഗാർലിക് ജിഞ്ചർ പേസ്റ്റ്, അറബിക് മസാല ഓക്കെ. അതും കൂടി ഇട്ടിട്ട് ഒലിവ് ഓയിൽ ഇട്ടിട്ട് നമ്മ ഓവലോട്ട് അങ്ങോട്ട് കയറ്റി ഇറക്കാൻ പോയാണ്. ഇവൻ അങ്ങോട്ട് കയറി ഇറങ്ങി അങ്ങോട്ട് വരുമ്പോ തന്നെ കുറച്ച് ലെമൺ ജ്യൂസ് ഒക്കെ അങ്ങോട്ട് ഒഴിച്ചിട്ടാ. വരുമ്പോ തന്നെ വേറെ ലെവല് ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ കുറച്ചും കൂടി അറബിക് മസാല ഇട്ടിട്ട് അല്ലേ, കുറച്ചും കൂടി അറബിക് മസാല അങ്ങോട്ട് തൂകണം ഈ സാൽമന്റെ മുകളിൽ. ഇങ്ങനെ തൂകണം. എന്നിട്ട് ഇതിന്റെ മുകളിൽ കുറച്ച് ഒനിയനും കൂടി അങ്ങോട്ട് തൂകണം. അങ്ങോട്ട് തൂകിയിട്ട് കുറച്ച് ബട്ടറും കൂടി അങ്ങോട്ട് വെച്ചിട്ട് അങ്ങോട്ട് ഉള്ളിൽ കയറ്റി ഇറക്കിയ പൊളിയാണ് വേൻ. അപ്പൊ ഈ അറബിക് മസാല നാട്ടിലേക്ക് കിട്ടുമെന്ന് എനിക്കറിയാം. ഞാൻ വരുമ്പോൾ നല്ല കൊണ്ടുപോകുന്നുണ്ട്. മൊനമ്പ ഹാർബറിൽ നിന്ന് കുറച്ച് മീനൊക്കെ എടുത്ത് അങ്ങോട്ട് പൊള്ളിക്കുന്നുണ്ട്. അതിന്റെ വീഡിയോ വരുന്നുണ്ട് നാട്ടിച്ചുണ്ട്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതട്ടാ. അടുത്ത എന്തൊക്കെയോ ഓയിലുണ്ട്, എനിക്കറിയില്ല, ഒരു പിടുത്തൂല. എടാ പുറത്തോക്കി നീ തുറക്കരുത് അത് അവനറിയാം. അത് ചെയ്തോളൂ. അപ്പൊ മച്ചാനെ ഇഷ്ടംമാരെ കാര്യങ്ങൾ ഇവിടെ വറക്കുന്നുണ്ട്, പൊരിക്കുന്നുണ്ട്, ഗ്രില്ലുണ്ട്, റോസ്റ്റ് ചെയ്യുന്നുണ്ട്, പുഴുങ്ങുണ്ട്. നോൻ പറയണ്ട. ഒന്നൊരു ബഹളവും. ഇന്ന് രാത്രി 12 എത്ര മണിക്ക് റൂബി പോകുന്ന ഒരു പിടുത്തുണ്ടാവില്ല. അടിയോടടി വൈകിട്ട് എന്നാ പരിപാടി. അപ്പൊ ഇന്ന് ഒരു ഹോമം നടക്കുക. ഇങ്ങനെ കപ്പലില് വന്നിട്ട് നിങ്ങൾക്ക് കപ്പലിലെ പാട്ട് കണ്ടിട്ടുണ്ടോ? അതെ, കപ്പലിലെ പാട്ട് ഞാൻ ഇന്ന് കാണിച്ചുതരാം. പൊളിപ്പാട്ടിയാണ്. സ്കിപ്പ് ചെയ്യേണ്ട ആൾക്കാർ കണ്ടോ കേട്ടാ. സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടോ എല്ലാ വീഡിയോയും. ഇന്ന് വൈകിട്ട് നടക്കാൻ പോണത് ഒരു കപ്പലാണെന്ന് നിങ്ങൾ പറയൂല. ഇടയ്ക്കൊക്കെ ഇങ്ങനെ പണിയൊക്കെ ഉണ്ടാവും. എന്നാലും ഇതൊക്കെ എൻജോയ് ചെയ്ത് പണിയാന്ന് വിചാരിക്കരുത്. നമ്മൊരു പാർട്ടി നടത്തുന്നു, അതിന് ഞാനാണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അങ്ങനത്തെ ഒരു സംഭവത്തിൽ മൈൻഡിൽ സെറ്റ് ചെയ്തിട്ട് ഇതൊക്കെ എടുത്താൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പൊ അതേ പനീർ ചില്ലി റെഡി ആയിട്ടുണ്ട്. മണങ്ങളൊക്കെ കിട്ടുന്നുണ്ട് മച്ചാമാരെ. അടുത്ത ചമരെ പാട്ടിട്ട് നീ എന്തെങ്കിലും വെറുതെ എൻജിൻ റൂമിലായിരുന്നു. ഇപ്പൊ ഞാൻ അതെല്ലാം കഴിയാറായി. മോശം. ഇനി ബാക്കി നീ ചെയ്തോന്നാ. ആരോടെ എടാ ഫ്രൈഡ് റൈസ് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. വിചാരിക്കരുത്. അപ്പൊ മച്ചമ്മരെ നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോവാണ്. അത് കുറച്ചും കൂടെ ആവട്ടോ. ഇതായിട്ടുണ്ട്. അപ്പം മച്ചമ്മരെ ഫ്രൈഡ് റൈസ് ബാക്കി കൂട്ടോടാ. ഞാൻ ഇട്ടോളാം. ക്യാരറ്റ് എത്രയുള്ള കുറച്ചും കൂടി ക്യാരറ്റോ. നീ പോയാ ഞാൻ പാട്ട് വെച്ചപ്പോ തന്നെ നീ ശരിയല്ല. ഇനി ഞാൻ പാട്ട് വെക്കൂലേ. ഇനി ഞാൻ അപ്പൊ മച്ചമ്മരെ നമ്മുടെ ഒരു പുതിയ ഓഫർ വന്നിട്ടുണ്ട്. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്, പുതിയ സബ്സ്ക്രൈബേഴ്സിന് ഫ്രഷ് ടു ഹോം എന്നുള്ളൊരു സംഭവം. അപ്പൊ മച്ചമ്മരെ ഒരു 2 കിലോ ചിക്കൻ വാങ്ങിച്ചാലും കോഴിമുട്ട ഫ്രീ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ട. അപ്പൊ അങ്ങനത്തെ ഒരു ഓഫറാണ് ഫ്രഷ് ടു ഹോം നമുക്ക് തരുന്നത്. 299 രൂപയുടെ എല്ലാ പർച്ചേസിനും അവർ 20% ഓഫും പിന്നില്ലേ എത്ര 200 രൂപയുടെ ക്യാഷ് ബാക്കും ഉണ്ട്. അപ്പൊ എല്ലാ പുതിയ സബ്സ്ക്രൈബേഴ്സിനാണ് ഫ്രഷ് ടു. അപ്പൊ ഫ്രഷ് ടു ഹോമിൽ നിന്ന് ഈ പ്രൊമോ കോഡ് വെച്ച് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് മാത്രമേ ഉള്ളൂ
അപ്പൊ പ്രമോ കോഡ് വെച്ച് ഫ്രഷ് ടു ഹോമിൽ നിന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്താ ക്യാഷ് ബാക്ക്. പിന്നെണ്ടോ ചിക്കന്റെ കറി പീസില്ലേ, 1 കിലോ ചിക്കന്റെ കറി പീസ് ഫ്രീ ആയിട്ട് ഇടും സബ്സ്ക്രൈബേഴ്സിന്. അപ്പൊ 200 രൂപ ക്യാഷ് ബാക്ക്, ചിക്കൻ കറി പീസ് 1 കിലോ, ചിക്കൻ മച്ച മുട്ട ഫ്രീ. ഇങ്ങനെ ഇഷ്ടംമാരെ ഓഫേഴ്സ് ഫ്രഷ് ഹോമിലുണ്ട്. അപ്പൊ മച്ചാനെ എല്ലായിടത്തും ഇന്ത്യയിൽ മൊത്തം എല്ലായിടത്തും ഇവര് സപ്ലൈ ചെയ്യാനുണ്ടാ. അപ്പൊ ഇനിയും കുറെ ഓഫറുകളും കാര്യങ്ങളായിട്ടൊക്കെ വീഡിയോ കുറെ വരുന്നുണ്ട്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഫ്രൈഡ് റൈസിന് ഒരു നോർമൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണ, ഡീറ്റെയിൽ ഫ്രൈഡ് റൈസ് അല്ല. ഡീറ്റെയിൽ ഫ്രൈഡ് റൈസിന്റെ വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ കിടക്കുന്നുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക, കുറച്ച് വെജിറ്റബിൾ ഇട്ടിട്ടുണ്ട്, ഗാർലിക് ഇട്ടിട്ടുണ്ട്, ബട്ടർ ഇട്ടിട്ടുണ്ട്, സോട്ട് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് പെപ്പറിന് ഒരു കളിയാണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ മാക്സിമം കോണ്ടിനെന്റൽ ഡിഷ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കണത്. അപ്പൊ ഫുഡ് ടെസ്റ്റിംഗ് ആള് വന്നിട്ട് ക്വാളിറ്റി കൺട്രോളർ ഓൺ ബോർഡ്. അപ്പൊ മച്ചാനെ കുറച്ച് മാഗി ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. ഓപ്ഷണൽ ആണ്. ചിക്കൻ സ്റ്റോക്ക് അല്ലെങ്കിൽ വെജ് മാഗി ക്യൂബ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. സോയാ സോസ് പകുതി ഇട്ടിട്ട് പോയല്ലേ? അതെടുത്തോ. Yes man, tell me. You act like that same one. You have seen that one meme, Chinese? His wife brings some wrong balls that ബസുമതി റൈസ് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ മച്ചാനെ നമ്മുടെ സമയമായ 6:30 മണി 7 മണിക്കാണ് പാർട്ടി. അപ്പൊ നമുക്ക് ഇത് ഓവനിലേക്ക് കയറ്റിടാം. നല്ല മുസല്ല ചീസ് ഒക്കെ ഇട്ട സംഭവമാണ്. മാക്രോണി ബസ്മലം. അപ്പൊ നമുക്കില്ലേ ബിയർ കട്ട് പിടിക്കാം. ഇവിടെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ മച്ചാമരെ ബിയർ കട്ട് പിടിക്കാൻ പോണേ. പക്ഷെ കട്ടൊന്നും കുടിക്കാൻ പോയതല്ല. നമുക്ക് ഇവിടെ 2 ബിയർ അലോഡ് ആണ് എല്ലാ പാർട്ടിക്കും. അപ്പൊ മച്ചാമരുതേ അയ്യോ ഏട്ടാ ചെറിഞ്ഞ് വീട് എടാ എന്തൊരു ബിയറാണ് അയ്യോ. അപ്പൊ മച്ചാരെ ഇതേ എന്റെ പണിയൊക്കെ കഴിഞ്ഞ് അപ്പൊ ഓരോന്നടിച്ചിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് നമ്മ പാർട്ടി സെറ്റ് ചെയ്യാൻ പോയാണ്. അപ്പൊ അതേക്ക് എത്ര കേസ് ബിയറാണ് എനിക്ക് വയ്യ. അപ്പൊ ഒരാൾക്ക് 2 ബിയർ കിട്ടുള്ളൂ. അതാണ് കമ്പനി പോളിസി. സോ മച്ചാമാരെ 2 ബിയർ, അതിലൊരു ബിയർ ഞാൻ ഇപ്പൊ കുടിക്കാണ്. ഇത് പോതുമെനക്ക് ഇത് പോതുമേ വേറെണ്ണ വേണം നീ പോതുമേ. അപ്പൊ മച്ചാമാരെ ചില്ലി കഴിഞ്ഞിട്ട് നമ്മുടെ വെജ് റൂമിൽ വെച്ചേക്കാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ബിയർ അങ്ങാട്ട് ദേ ഇത് കോട്ടയുണ്ട, ഞങ്ങളുടെ കോട്ടയാണ്. കോട്ടയില ഒരു ബിയർ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞങ്ങൾ അടിക്കാൻ പോയാണ്. അപ്പൊ മച്ചാനെ ചേസ്. അപ്പൊ ഇത്രയും എഫേർട്ട് എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്തതിന് താങ്ക്സ് ടു മീ. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ചെറിയ പണിയുണ്ട്. പണിയും ഇങ്ങനെ എൻജോയ്മെന്റും കാര്യങ്ങളായിട്ടൊക്കെയാണ് ഇവിടെ എല്ലാവരും പോണത്. അപ്പൊ ഇതുപോലെയൊക്കെ ഒന്ന് അടിപൊളി ഫുഡൊക്കെ ലൈവൊക്കെ കഴിച്ച് ബിയറൊക്കെ അടിച്ച് ലൈഫ് സെറ്റിൽ ആവണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കപ്പലിൽ എങ്ങനെ വന്നെന്നുള്ള വീഡിയോ എല്ലാ കാര്യങ്ങളും നമ്മുടെ യൂട്യൂബ് ചാനൽ കിടക്കുന്നുണ്ട്. പിന്നെ ഫ്രഷ് ടു ഹോമിൽ നിന്ന് സാധനങ്ങളോ വാങ്ങാൻ മറക്കരുത്. എന്റെ പൊന്നളി എന്ത് ഓഫറാണ്. ചിക്കൻ വാങ്ങിച്ചാലും മുട്ട ഫ്രീ. 200 രൂപ നമുക്ക് ഇങ്ങോട്ട് തന്നെ ക്യാഷ് ബാക്ക്. 299 സാധനങ്ങൾ വാങ്ങിച്ചാൽ 200 രൂപ ക്യാഷ് ബാക്ക്. എന്താണ് നടക്കുന്നത്? ഈ കാണുന്ന പ്രമോ കോഡ് ഇതല്ല, ഈ കാണുന്ന പ്രമോ കോഡ് വെച്ചിട്ട് സാധനങ്ങൾ ഓർഡർ ചെയ്താൽ നമ്മുടെ ഫസ്റ്റ് ഓർഡേഴ്സിന്, നമ്മുടെ ഫസ്റ്റ് സബ്സ്ക്രൈബേഴ്സിന് 200 രൂപ ക്യാഷ് ബാക്കും 20% ഓഫും. ചിക്കന്റെ കറി പീസ് 1 കിലോ. എന്തൊക്കെ ഓഫറാണെന്ന് അറിയാം. ഇവര് തന്നെ ഫ്രഷ് ടു ഹോമിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനും ഈ പ്രമോ കോഡ് വെച്ച് സാധനങ്ങൾ വാങ്ങാൻ മറക്കരുത് മച്ചാനെ. അപ്പൊ ജേസൻ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ബിയർ ആയാലും വൈനായാലും എന്തായാലും തെമ്മാടിക്കാതെ ചുമ്മാ ചുമ്മാ ചുമ്മാരക്കാതെ തുടി തട്ടാതെ പഴമൊഴികൾ ചുംബിക്കാതെ കണ്ണേ 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 പെണ്ണേ പെണ്ണേ കൊണ്ടുപോക്കി 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 വെജ് മാക്രോണി ബസ്മൽ റെഡി ആയിട്ടുണ്ട്. മാക്രോണി ബസ്മൽ. അപ്പൊ നമ്മുടെ
സാൽമൺ കടക്കിട്ട് അറബിക് മസാലയില് പോണം. കഴിഞ്ഞ് അപ്പൊ ചമ്മടെ നമ്മുടെ വെജ് മാക്രോണി ബഷ്മല് നമ്മുടെ ചീസൊക്കെ ഇട്ട സാധനം ഉണ്ടാ. ദേ ഓ കണ്ടാ സമോസ ആയിട്ടുണ്ട് കണ്ടാ. ഓ ചീസ് ദേ ഇതാണ് ആ സംഭവം വെജ്. നോൺ വെജ് ലസാനിയല്ല നമ്മുടെ സാധനം മട്ടന്റെ ആ ഒരു വെജ് മാക്രോണി മസ്ബൽ. രണ്ട് എല്ലാം കൂടി ചീസും ആ ഒരു ഇല്ല വായൊന്നും പൊള്ളു തണുത്താണ് ചീസും എല്ലാം കൂടി അങ്ങോട്ട് കണ്ട അതല്ല അത് അപ്പൊ നിന്റെ പോയതാ കേട്ട് എന്നിട്ടാണ് എന്നിട്ടാ കഴിക്കണേ. ഇനി അവൻ പിടിക്കരുതാ മട്ടനാണ് കയ്യിലിരിക്കണത്. വെജ് ഉണ്ട്. ഇതാണ് ദ ടർക്കിഷ് ഡിഷ് ആയ കോണ്ടിനെന്റൽ മാക്രോണി ബെഷ്മൽ. ഇതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഇടാം. മട്ടൺ ഇടാ, ചിക്കൻ ഇടാ, എന്ത് വേണമെങ്കിലും. പക്ഷെ പ്രൊസീജിയർ വൈറ്റ് സോസ് ഉണ്ടായിരിക്കണം, റെഡ് സോസ് ഉണ്ടായിരിക്കണം. പിന്നെ എന്തിട്ടാണ് ഓക്കെ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.